Hello. Hi everyone. Good morning. How are you all? എന്താണ് എല്ലാവരുടെയും വിശേഷം? എങ്ങനെയുണ്ട്? എല്ലാവരും നല്ല പവർ ആയിട്ട് ഇരിക്കുകയാണോ? അതോ എല്ലാവരും ഉറങ്ങി നീച്ചിട്ട് ഭയങ്കര ലേജി ആയിട്ട് ഇരിക്കുകയാണോ? എന്താണ് അവസ്ഥ എല്ലാവരും? ഹൗ ആർ യു? ഗുഡ് മോർണിംഗ് എല്ലാവരും ഒന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞേ. എനിക്ക് ഇവിടെ ഉള്ള എല്ലാവരും പ്രസൻസ് ഒന്ന് ചാറ്റ് ബോക്സിൽ അറിയിച്ചേ. ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ എല്ലാവരും പ്രസൻസ്. ഓക്കെ, താങ്ക് യു ഫാത്തിമ. താങ്ക് യു നൂറ. താങ്ക് യു നഫ്ല. താങ്ക് യു സഹദുദ്ദീൻ. ഇൻഷ. താങ്ക് യു. വെരി വെരി ഗുഡ് മോർണിംഗ് ഫോർ എവറി വൺ. ആൻഡ് ആരെങ്കിലും ഇനി വരാനുണ്ടോ? നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ആരെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടതുണ്ടോ നിങ്ങളുടെ അറിവിൽ? ആരെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് അവരോട് ഒന്ന് റിമൈൻഡ് ചെയ്യൂ. ക്യാൻ യു ജസ്റ്റ് റിമൈൻഡ് യുവർ ഫ്രണ്ട്സ്? ഓക്കെ. ഓക്കെ. എനിവേ ലെറ്റ്സ് സ്റ്റാർട്ട്. ലെറ്റ്സ് ബിഗിൻ. വെൽക്കം യു ഓൾ ടു ദ ഫിഫ്ത് സിക്സ്ത് ഡേ ഓഫ് മെഡിറ്റേഷൻ, റൈറ്റ് അല്ലേ? നമ്മൾ ഇന്നേക്ക് ആറാമത്തെ ദിവസമാണ്. നമ്മൾ ഒരുമിച്ച് എല്ലാ മോർണിംഗിലും കുറച്ച് സമയം, ഒരു അരമണിക്കൂർ നമ്മളെ സെൽഫിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് അല്ലെ? എല്ലാ ദിവസവും മോർണിംഗിൽ ഇപ്പൊ നമ്മളെല്ലാവരും, ഞാനടക്കം എല്ലാവരും കാണുന്നത് നിങ്ങളെ എല്ലാവരെയാണ്. ഓക്കെ, സോ നിങ്ങളെല്ലാവരും ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. ബട്ട് നോട്ട് ടുഡേ, ലേറ്റർ. ഓക്കെ, നമുക്കൊരു ദിവസം എല്ലാവരും ഒന്ന് പരിചയപ്പെടേണ്ട. ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഐ വാണ്ട് ടു ആസ്ക് യു ക്വസ്റ്റ്യൻ. എനിക്കൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാനുണ്ട്. നമ്മള് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരാൾ പറയാണ്, നിങ്ങൾ നല്ല ബ്യൂട്ടിഫുൾ ആയ ഒരാളെ പറ്റിയിട്ട് ചിന്തിക്കാൻ പറയാം, അല്ലെങ്കിൽ ഒരാളെ പറ്റിയിട്ട് നല്ല ഭംഗിയെ പറ്റി പറയുമ്പോൾ, ഫെയർനെസ്സിനെ പറ്റി പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഹാൻസം ആയിട്ടുള്ള ഒരാളെ പറ്റി പറയുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിലേക്ക് ഫസ്റ്റ് വരുന്നത് ആരുടെ ഇമേജ് ആണ്? ഓക്കെ, ഇനി അതല്ല, നല്ല സ്മാർട്ടായ ഒരാളെ പറ്റി ചോദിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്ന ഇമേജ് ആരാണ്? നല്ല ബെസ്റ്റ് ആയിട്ടുള്ള നല്ല ക്യാരക്ടർ ഉള്ള ഒരാൾ എന്ന് പറയുമ്പോൾ ആ സമയത്ത് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്ന ഇമേജ് ആരുടേതാണ്? ഓക്കെ, ഇപ്പൊ നമ്മള് ഒരാൾ വന്നിട്ട് ഒരു എന്താ പറയാ, ഒരു ഫോൺ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരാളുടെ മൈൻഡിലേക്ക് വരുന്നത് ഐഫോൺ ആയിരിക്കും. സ്വാഭാവികമായിട്ടും ആളുടെ മൈൻഡിലേക്ക് ആദ്യം വരുന്ന ഐഫോൺ ആയിരിക്കും, വേറെ ഏത് ഫോണും ആവില്ല. അതുപോലെ ഒരു കാർ എന്ന് പറയുന്ന സമയത്ത് ഓരോരുത്തരെ ചോയ്സ് അനുസരിച്ചിട്ട്, ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ച് നമ്മുടെ മൈൻഡിലേക്ക് ഓരോന്നായിരിക്കും വരുന്നുണ്ടാവും. എങ്കിൽ നല്ല കൈൻഡ്നെസ് ഉള്ള ആൾക്കാർ, നല്ല സ്നേഹമുള്ള ആൾക്കാർ, നല്ല സക്സസ്ഫുൾ ആയ ആൾക്കാർ, അല്ലെങ്കിൽ നല്ല സ്മാർട്ടായ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്ന ഇമേജ് എന്താണ്? ആരും ചോദിക്കണ്ട. എനിവേ, നമ്മൾ സക്സസ്ഫുൾ ആവണം എന്ന് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്ന ഫിഗർ ആരാണ്? ജസ്റ്റ് ആ തോട്ട് നിങ്ങൾ കൊടുക്കുക. അത് ആരെയാണ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. അത്ര മാത്രം ചെയ്താൽ മതി. ഐ എം ജസ്റ്റ് ഇൻവൈറ്റിംഗ് റിൻഷിന മാം ടു ടേക്ക് ഹെർ സെഷൻ മെഡിറ്റേഷൻ. ഓക്കെ, റിൻഷിന മാമിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യണം. ഓവർ ടു റിൻഷിന. താങ്ക് യു ഓൾ ഫോർ ജോയിനിങ് വൺസ് അഗൈൻ. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും ഓൾ സെറ്റ് ഫോർ മെഡിറ്റേഷൻ? റെഡി ആണെങ്കിൽ ജസ്റ്റ് റെഡി എന്ന് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു എവ്രി വൺ ഫോർ റെസ്പോണ്ടിങ്. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നത് ഇറ്റ് മാറ്റേഴ്സ്. ഓക്കെ, നിങ്ങൾ എത്രത്തോളം ചാറ്റിലാണെങ്കിൽ പോലും നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നതിന് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ പർപ്പസ്. അപ്പൊ നിങ്ങൾ മാക്സിമം നിങ്ങൾ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, സോ റെഡി ആയിട്ടുള്ള എല്ലാവരും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കാം. നോ ടെൻഷൻസ് ഇൻ ബോഡീസ്. ബോഡിയുടെ എല്ലാ പാർട്ടിലും ടെൻഷൻസ് ഒഴിവാക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക കേട്ടോ. ഞാൻ ലാസ്റ്റ് ഡേ പറഞ്ഞതുപോലെ യു ക്യാൻ ജസ്റ്റ് പുട്ട് യുവർ ഹാൻഡ്സ് ലൈക്ക് ദിസ്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെക്കാം. സ്ലോലി നിങ്ങൾക്ക് ഓരോ ബോഡി പാർട്ടിനെ കുറിച്ചും അവെയർ ആവാം. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം, നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ, ഇതിനൊക്കെ ജസ്റ്റ് ഒന്ന് അവെയർ ആവും. ജസ്റ്റ് ഒന്ന് ചുറ്റും നോക്കി. ജസ്റ്റ് ബി അവെയർ അബൌട്ട് യുവർ പ്രസന്റ് മൊമെന്റ്.
നിങ്ങൾ ഇപ്പൊ ഉള്ളത് എവിടെയാണോ അതിൽ അവെയർ ആവാം. Now slowly focus on your breath. ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസം എടുത്തു വിടാം. Breathe in, breathe out. ശ്വാസം എടുത്തു വിടാം. Once again, breathe in, breathe out. Now slowly close your eyes. പതിയെ കണ്ണുകൾ അടയ്ക്കാം. And take a deep breath in. ദീർഘമായ ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. Take a deep breath in. Breathe out. Once again, take a deep breath in. Breathe out. ഓരോ ശ്വാസം എടുത്തു വിടുമ്പോഴും നിങ്ങളുടെ ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആകുന്നതായി അറിയുന്നുണ്ട്. നിങ്ങളുടെ കാലുകൾ, കൈകൾ, ഷോൾഡേഴ്സ്, ഫേസ് മസിൽസ്, യുവർ ബാക്ക്, ഓരോ ശരീരഭാഗത്തിലേക്കും ശ്രദ്ധ കൊടുക്കുമ്പോൾ അവിടെ കൂടുതൽ റിലാക്സ്ഡ് ആകുന്നതായി മനസ്സിലാവുന്നുണ്ട്. യു ജസ്റ്റ് റിലാക്സ് യുവർ ബോഡി. വെരി ഗുഡ്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. Breathe in, breathe out. പതിയെ നിങ്ങളുടെ ശ്വാസം നിങ്ങളുടേതായ താളത്തിലേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാം, ഐ കണക്ട് വിത്ത് മൈസെൽഫ്. ഞാൻ എൻ്റെ സ്വയത്തെയുമായി കണക്ട് ചെയ്യുന്നു. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി ആൻഡ് മൈൻഡ് അലൈൻ ചെയ്യാം. ഒരു താളത്തിലേക്ക് കൊണ്ടുവരാം. യുവർ ബോഡി ഈസ് റിലാക്സ്ഡ് ആൻഡ് യുവർ മൈൻഡ് ഈസ് ഓപ്പൺ.
പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളിലേക്ക് ശ്രദ്ധ കൊടുക്കാം. എന്തെല്ലാം ചിന്തകളാണ് എന്നിലേക്ക് വരുന്നത്? Just be aware. ഓരോ ചിന്തയെയും ബൈ എന്ന് പറയുമ്പോൾ അത് വാനിഷ് ആകുന്നതായി ഇമാജിൻ ചെയ്യാം. You just be aware of your thoughts. ഇപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന ചിന്തകളിൽ എണ്ണം കുറഞ്ഞതായി അറിയുന്നുണ്ട്. സ്ലോലി നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ ഫോക്കസ് ചെയ്യാൻ അനുവദിക്കുകയാണ്. You just imagine your mind as a clean white board. ഒരു ക്ലീൻ വൈറ്റ് ബോർഡ് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. And that is your mind now. ഇപ്പോൾ നിങ്ങൾക്ക് ആ ബോർഡിൽ പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് എഴുതാം. You just write down some positive words. You can write confidence. You can write happiness, peace, victory. നിങ്ങളിലേക്ക് വരുന്ന പോസിറ്റീവ് വേർഡ്സിനെ ആ വൈറ്റ് ബോർഡിൽ ഫിൽ ചെയ്യാം. Fill the whiteboard with all the positive words come to your mind. Very good. Take some time to feel all the words. നിങ്ങൾ എഴുതുന്ന
പോസിറ്റീവ് ആയിട്ടുള്ള വേർഡ്സിനെ ഫീൽ ചെയ്യാം. കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആയിട്ടുള്ള ഈ ഒരു മൊമെന്റില് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാം, യു ക്യാൻ ഡു ഇറ്റ്. യു വിൽ ഡു ഇറ്റ്. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും നിങ്ങളോട് പറയുന്നതായി നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. I am here with you. You can do it. You just give that suggestion to yourself. Feel that. Now you just relax and focus on your breath. ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. Feel the breath. ശ്വാസത്തിനെ ഫീൽ ചെയ്യാം. Breathe in. Breathe out. So, with a new energy, with a new mindset, you are coming back. Slowly നിങ്ങൾക്ക് ദീർഘമായ ശ്വാസം എടുത്തു വിടാം. Take a deep breath in. Hold on and breathe out. Once again, take a deep breath in. Hold on and breathe out. ദീർഘമായ ഒരു ശ്വാസം എടുത്തുവിട്ട് നിങ്ങൾക്ക് പതിയെ തിരിച്ചു വരാം. Slowly open your eyes and come back. പതിയെ കണ്ണുകൾ തുറന്ന് തിരിച്ചു വരാം. തിരിച്ചെത്തിയിട്ടുള്ള ആളുകളൊക്കെ ജസ്റ്റ് കൈയൊക്കെ റബ്ബ് ചെയ്തിട്ട് ഇങ്ങനെ ഫേസിലൊക്കെ ടാപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, എല്ലാവരും തിരിച്ചെത്തിയോ? ചാറ്റ് ബോക്സിലൊന്ന് പറഞ്ഞേ. ഓക്കെ, ഫാത്തിമ, നൂറ, യെസ്. ഓക്കെ, സോ നമ്മൾ എന്നും ഒരു റിലാക്സേഷൻ സ്റ്റേറ്റിലേക്കാണ് അല്ലെ പോകുന്നത്. ഇന്ന് നമ്മൾ ജസ്റ്റ് മൈൻഡിലേക്ക് കുറച്ച് പോസിറ്റീവ് വേർഡ്സിനെ കൊണ്ടുവന്നു. നമ്മൾ ഒരു മൈൻഡിന്റെ ഫുഡ് എന്ന് പറയുന്നത് നമ്മളുടെ തോട്ട്സ് ആണ് അല്ലെ, ചിന്തകളാണ്. അപ്പൊ നമ്മൾ പലതരത്തിലുള്ള ചിന്തകൾ ഉണ്ടായിരിക്കും. പക്ഷെ നമുക്കൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ
ആ രീതിയിലുള്ള തോട്ട്സ് നമ്മളിലേക്ക് വരണം അല്ലെ. അപ്പൊ നമുക്ക് മൈൻഡിനെ ഒരു ക്ലിയർ വൈറ്റ് ബോർഡ് ആയിട്ട് ഇമാജിൻ ചെയ്ത് അതിലും നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് ആണ് ഫിൽ ചെയ്തത്. എല്ലാവർക്കും ആ ഒരു കാര്യം ചെയ്യാൻ പറ്റിയോ? പോസിറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് ഫിൽ ചെയ്യാൻ പറ്റിയോ? എന്തെല്ലാം പോസിറ്റീവ് വേർഡ്സ് ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. What are the positive words you got today? Think about it. ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? സോറി, ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ത് പോസിറ്റീവ് വേർഡ് ആയിരുന്നു എന്ന്? എനിവേ, ഈ ഒരു രീതിയിൽ നമ്മളെ മൈൻഡിൽ നമ്മൾ പോസിറ്റിവിറ്റി ഫിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്കംസും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, സക്സസ്, കറേജ്, അമേസിങ്, ദാറ്റ്സ് ഗുഡ്. സോറി, ഞാൻ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ കുറച്ച് സമയം തരണമായിരുന്നു അല്ലെ. എനിവേ, എല്ലാവർക്കും ഈ ഒരു രീതിയിലൂടെ ഒരുപാട് പോസിറ്റിവിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ കൂടുതൽ പോസിറ്റീവിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ആ രീതിയിലെ കാര്യങ്ങളാണ് നമ്മൾ അട്രാക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്തിട്ട് ജസ്റ്റ് പോസിറ്റീവിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തു. ഓൾസോ നമ്മൾ ആ ഒരു ഡീപ്പ് റിലാക്സേഷൻ സ്റ്റേറ്റിൽ നമ്മളോട് തന്നെ പറയുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതായത് നോർമലി നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ സെൽഫ് ടോക്ക് പോലെ നമ്മളെ കുറിച്ച് തന്നെ ചിന്തിക്കും അല്ലെ. മേ ബി അത് പോസിറ്റീവ് ആയിരിക്കാം. ഇറ്റ്സ് ഗുഡ് ഇഫ് ഇറ്റ് ഇസ് പോസിറ്റീവ്. പക്ഷെ പലപ്പോഴും പല ആളുകളും നെഗറ്റീവ് സെൽഫ് ടോക്കുകൾ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാനൊന്നിനും കൊള്ളൂല, എനിക്കത് സാധിക്കില്ല, ഇങ്ങനത്തെ വേർഡ്സ് പറയാറുണ്ട്. ബട്ട് നമ്മൾ ഇവിടെ ഡീപ്പ് റിലാക്സേഷൻ സ്റ്റേറ്റിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് പോസിറ്റീവ് ആയിട്ടുള്ളതിനെ നമ്മളിലേക്ക് ഫിൽ ചെയ്യാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങളിപ്പം ഒരു കാര്യം സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈവൻ ഇഫ് ഇറ്റ് ഇസ് തിങ്കിങ്, നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ പോലും നമ്മളുടെ ശരീരത്തിൽ ഓരോ സെല്ലിലും അത് നോട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ്. അപ്പൊ ആ രീതിയിലാണ് നമ്മള് സെല്ലുകൾ ഇങ്ങനെ പ്രോഗ്രാംഡ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ റീപ്ലേസ് ചെയ്യുമ്പോൾ നമ്മളുടെ സെല്ലുകളിലും നമ്മളുടെ ബോഡി ഫുൾ ഒരു പോസിറ്റീവ് എനർജി ഫിൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ളത് മാത്രം എടുത്തോണ്ടിരുന്നാൽ നിങ്ങൾ പതിയെ പതിയെ ഒരു പോസിറ്റീവ് പേഴ്സൺ ആവും. പിന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് അയാൾ വേറൊരു വൈബാണ്, അല്ലെങ്കിൽ ഫുൾ പോസിറ്റീവ് ആണ് എന്നുള്ള രീതിയിൽ ആളുകൾക്ക് പോലും ഫീൽ ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഓറ എന്നൊക്കെ പറയും അല്ലെ. ആ രീതിയിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാം ഈസി ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, എക്സാം ആണോ, ഞാൻ എഴുതാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കൂൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, സോ എല്ലാവർക്കും മെഡിറ്റേഷൻ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയിരുന്നോ? ഇതിൽ എന്നും റെസ്പോണ്ട് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. റെസ്പോണ്ട് തീരെ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യുക. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണം, നിങ്ങൾക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഞാൻ അൺമ്യൂട്ട് ചെയ്ത് തരാം കേട്ടോ. ആർക്കെങ്കിലും സംസാരിക്കണം എന്നുണ്ടോ? യു ജസ്റ്റ് റേസ് ഹാൻഡ്. റേസ് ഹാൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സംസാരിക്കാം. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിലെ ഫീഡ്ബാക്കിന്റെ അപ്പൊ അതിലാണെന്നുണ്ടെങ്കിലും ലാസ്റ്റ് ക്ലാസ്സിലെ ഫീഡ്ബാക്കിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ഇഫ് യു വാണ്ട് ടു സ്പീക്ക് യു ക്യാൻ ജസ്റ്റ് അൺമ്യൂട്ട് ആൻഡ് സ്പീക്ക്. ഓക്കെ, കുഴപ്പമില്ല. ഇന്ന് പ്രിപ്പയർ ആവാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നാളെ നിങ്ങൾ എന്ത് ചെയ്യാം, സംസാരിക്കാനൊക്കെ ഫീഡ്ബാക്ക് പറയാനൊക്കെ പ്രിപ്പയർ ആയിട്ട് വരാം. ഒന്നും വേണ്ട, നിങ്ങൾ ജസ്റ്റ് അൺമ്യൂട്ട് ആക്കിയിട്ട് ഒരു താങ്ക് യു പറയുന്നത് പോലും ഇറ്റ് മാറ്റേഴ്സ്. കാരണം നമ്മളൊക്കെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾക്കും ഇതുപോലെ സൂമിൽ അപ്പിയർ ചെയ്യാനും വീഡിയോയിൽ അപ്പിയർ ചെയ്യാനും സംസാരിക്കാനും ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. എല്ലാത്തിനും നമ്മൾ ബാക്കോട്ട് നിൽക്കായിരുന്നു. പക്ഷെ ഈ ഒരു ജേർണിയിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഒരു ത്രില്ല് മനസ്സിലായത്. കാരണം നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മളെ തന്നെ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് നമുക്ക് തന്നെ ഒരു എനർജിയാണ് ഇതിലൂടെ കിട്ടുന്നത് എന്നുള്ളതാണ്. സോ യു ജസ്റ്റ് ഫീൽ ദാറ്റ്. ഓക്കെ, നിങ്ങൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്കെങ്കിലും ട്രൈ ചെയ്യാം. ഓൾസോ ഞാൻ ഇന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഒരു
പ്ലാന് പോലെ പറഞ്ഞുതരാന്ന്. ഇപ്പം എനിക്ക് തോന്നുന്നു 10th ഉള്ള ആൾക്കാരുണ്ടായിരിക്കും അല്ലെ ഇതില്. നിങ്ങളെ ക്ലാസ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യോ ചാറ്റ് ബോക്സിൽ? ഇൻ വിച്ച് ക്ലാസ് ആർ യു സ്റ്റഡിങ്? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. We'll just wind up in 5 minutes. Okay. ഓക്കെ, 10th ഉണ്ട് അല്ലേ? അപ്പൊ 10th ആളുകൾക്ക് എനിക്ക് തോന്നുന്നു ഓക്കെ IT എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കായിരിക്കും അല്ലെ? എനിവേ, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം വൺസ് നമ്മളൊരു സംഭവം പ്ലാൻ ചെയ്തിട്ട് ചെയ്യുമ്പം അത് അതിൻ്റെ ഒരു ഓർഡറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട്, നമ്മൾ ഈ എക്സാമിന്റെ ഉള്ളിൽ ഇത് കവർ ചെയ്യുന്നു, അങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾക്കൊരു 15 മിനിറ്റ്സോ 30 മിനിറ്റ്സോ മതിയാകും ഈ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ. പക്ഷെ വൺസ് യു ക്രിയേറ്റഡ് ദാറ്റ് പ്ലാൻ, നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഈസി ആയിട്ട് പോകാൻ പറ്റും. ഇപ്പം സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഡെയിലി ഞാൻ കവർ ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് അല്ലെ? സോറി, ഡെയിലി ഞാൻ കവർ ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, അതിൽ ഞാൻ ഏതൊക്കെ പോർഷൻസ് വേറൊരാളുടെ ഹെൽപ്പോട് കൂടി ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ മൈൻഡിന് തന്നെ ഒരു ക്ലാരിറ്റി കിട്ടും. നോക്കിയേ, നമ്മുടെ മൈൻഡ് ഒരു മങ്കീനെ പോലെയാണ്. മങ്കി ഇൻ ദ സെൻസ്, ഒരു ആപ്പിൾ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു മങ്കി എന്ത് ചെയ്യും? ഒരു ബ്രാഞ്ചിൽ നിന്ന് അടുത്ത ബ്രാഞ്ചിലേക്ക് ചാടിക്കൊണ്ടേയിരിക്കും അല്ലെ? ഇവിടെയല്ല അവിടെയാണ്, അവിടെയല്ല ഇവിടെയാണ്. അതുപോലെയാണ് നമ്മുടെ മൈൻഡും. ഒരു ചിന്ത വരും, ഓക്കെ അടുത്തതിലേക്ക്, അതല്ല അടുത്തതിലേക്ക്, അങ്ങനെ ജമ്പ് ചെയ്തുകൊണ്ടിരിക്കും ഒരു ക്ലാരിറ്റി കിട്ടുന്നത് വരെ. അപ്പൊ സ്റ്റഡീസിന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി, ഇപ്പം ഇമാജിൻ നിങ്ങളുടെ ലൈഫ് തന്നെ നിങ്ങൾക്കൊരു ബോർഡിൽ ഇങ്ങനെ, ഓക്കെ നിന്റെ ലൈഫ് ഇങ്ങനെ കാണാൻ പറ്റുകയാണെങ്കിൽ, ഹോ, അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യും? നമ്മുടെ പ്ലാൻസ് നമുക്ക് കറക്റ്റ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതുപോലെ നിങ്ങൾ സ്റ്റഡീസിന് എന്ത് ചെയ്യുക? ഒരു പേപ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. ഈ പ്ലാനിങ് നിങ്ങൾ ഒരു 15 മിനിറ്റ്സ് എടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷേ അത് നിങ്ങളുടെ സ്റ്റഡീസിൽ കൊണ്ടുവരുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അത്രയും ഹ്യൂജ് ആണ്. കാരണം വൺസ് യു പ്ലാൻ, യുവർ മൈൻഡ് ഗോട്ട് ക്ലാരിറ്റി. ഓക്കെ, ഇത്രയും പാഠങ്ങൾ ഞാൻ പഠിക്കാനുണ്ട്, ഇത്രയും കാര്യങ്ങൾ ഞാൻ കവർ ചെയ്യാനുണ്ട്, ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ട് എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ ഇറ്റ്സ് ഗോണ ബി വെരി ഈസി ഫോർ യു. ഓക്കെ, സോ അതെനിക്ക് ജസ്റ്റ് റിമൈൻഡ് ചെയ്യണം എന്ന് തോന്നി. അപ്പൊ ഇന്ന് ഫ്രീ ഉള്ള ആൾക്കാർ ഇന്ന് തന്നെ ചെയ്യാം, ഇന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കാം. കാരണം ഇപ്പൊ നിങ്ങൾ ഫുൾ പോസിറ്റീവ് എനർജിയിലാണ് ഉള്ളത്. അപ്പൊ ഈ ടൈമിൽ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഈ ഒരു പ്ലാന് ക്രിയേറ്റ് ചെയ്യാം. ദെൻ യു ജസ്റ്റ് സ്റ്റാർട്ട് സ്റ്റഡിങ്. ഓൾ ദ ബെസ്റ്റ് വിഷസ്. നിങ്ങൾ എന്തായാലും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു വിജയം എല്ലാവർക്കും ഞാൻ വിഷ് ചെയ്യാണ്. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? Okay. Bye. See you in the next day. Thank you so much everyone for joining.